പാലക്കാട് കണ്ണാടിയിൽ ലോറിയിൽ നിന്നും ആന ഇറങ്ങിയോടിയ സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം തുടങ്ങി. ലോറിയിൽ ആനയെ ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചില്ല എന്നാണ് സംശയം. അക്കരമേൽ ശേഖരൻ എന്ന ആനയാണ് മേഖലയിൽ ഭീതി വിതച്ചത്. മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. 25ഓളം വീടുകൾക്ക് കേടുപാട് പറ്റി. നിഖിൽ പ്രമേഷ് പാലക്കാടും ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഏതാണ്ട് രാവിലെ പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് മടങ്ങിപ്പോവുകയായിരുന്ന അക്കരമേൽ ശേഖരൻ എന്ന കൊമ്പനെയും കൊണ്ട് പോകുമ്പോൾ ഈ പാപ്പാന്മാർ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഈ ആന ഇറങ്ങി ഓടുകയും ഏതാണ്ട് 8 കിലോമീറ്ററോളം സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വനംവകുപ്പ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ ആനയെ ലോറിയിൽ കയറ്റിയ സമയത്ത് ചങ്ങല ബന്ധിപ്പിച്ചിരുന്നില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ വനംവകുപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വളരെ അലക്ഷ്യമായാണ് ആനയെ കൊണ്ടുപോരുന്നത് എന്നുള്ളൊരു വിവരമാണ് വനംവകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 25ഓളം വീടുകൾക്കാണ് ഈ മേഖലയിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഒരു പശു ചത്തുപോവുകയും അതോടൊപ്പം തന്നെ 4 പശുക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ നിരവധി കടകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, തൊഴുത്തുകൾ നശിച്ചിട്ടുണ്ട്. ആ തരത്തിലൊക്കെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം വളരെ ഗുരുതരമായിരുന്നു. അതായത് ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ കിലോമീറ്ററുകളോളം ആന ഓടിയെത്തുക എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്തിയേനെ. എന്തായാലും ഈ സംഭവത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ ആനയെ ലോറിയിൽ കയറ്റിയിരുന്ന സമയത്ത് ചങ്ങല ബന്ധിപ്പിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് ആന ഇറങ്ങി ഓടുന്ന സാഹചര്യം ഉണ്ടായതെന്നുള്ളതാണ് വനവകുപ്പിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. വേണു, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.